പൂജ പഠിച്ച ഏത് ഹിന്ദു മതവിശ്വാസിക്കും പൂജ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുമെന്നും അത് ഞങ്ങൾ നോട്ടിഫിക്കേഷൻ ഇറക്കുമെന്നും പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും പറയണം. ഒരു മിനിറ്റ്. എല്ലാവരെയും പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കേണ്ടവരല്ല മലയാള സമൂഹം. എല്ലാവരെയും പരിഗണിക്കേണ്ട പോലെ പരിഗണിക്കേണ്ടവരല്ല പന്തളം കൊട്ടാരം. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ശബരിമലയുമായിട്ട് അഭേദ്യമായ ചരിത്രപരവും സാംസ്കാരികപരവുമായിട്ട് ആചാരപരമായിട്ടുള്ള ബന്ധമുണ്ട്. ഒന്ന്, അതുകൊണ്ട് അങ്ങനെ പറയരുത്. അങ്ങ് ആദ്യം പറഞ്ഞ അങ്ങനെയാണ്. മറ്റൊന്ന്, ഇവിടെ കേരളത്തിൽ നവോത്ഥാനം കടന്നു വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈപിടിച്ചാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. 1862 ഇവിടുത്തെ മിഷനറിമാരുടെ ഡോക്യുമെന്റുകൾ പരിശോധിച്ചാൽ അറിയാം, ഈ മഹാമലകൾ മുഴുവൻ ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 18 മലകളിലും മഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ച മലയേറിയ സമൂഹം. അന്നും പൂജാരികളുണ്ടായിരുന്നു മലയാള സമൂഹത്തിൽ, അന്നും തന്ത്രിമാരുണ്ടായിരുന്നു. ഒരിടത്തും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. മാറി നിൽക്കേണ്ടി വന്നത് ജനാധിപത്യം വന്നതിന് ശേഷം ഗവൺമെന്റുകൾ. ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പറ്റുമായിരുന്നോ? ഇപ്പൊ ഞാൻ പറയട്ടെ പറഞ്ഞു തീർക്കട്ടെ. നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു സുഹൃത്തെ, അങ്ങ് പറയണം. ഞാൻ പറഞ്ഞില്ല, 120-ൽ പരം ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ച മലയേറിയ സമുദായത്തിന് ഗുരുവായൂർ പോകേണ്ട കാര്യം അന്നേരം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. ഞങ്ങൾ പോകും. അപ്പോഴും ഞങ്ങളുടെ വീടുകളിൽ തന്ത്രിമാരുണ്ട്, പൂജാരിമാരുണ്ട്. പിന്നെ അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമുദായം സമരത്തിലല്ല എന്ന് പറയരുത്. കഴിഞ്ഞ 1949 മുതൽ ഇവിടെ അന്നത്തെ തിരുക്കൊച്ചി പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമാൻ TK നാരായണ പിള്ളയ്ക്ക് കൊടുത്ത മെമ്മോറാണ്ടം ഉൾപ്പെടെ ഞങ്ങളുടെ മലയേറിയ സമുദായത്തിന്റെ മാഗ്ന കാർട്ടയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പറയും മലയേറിയ സമുദായം സമരം ചെയ്തിട്ടില്ല എന്ന്? അങ്ങനെ പറയാൻ പാടില്ല. എല്ലാവരെയും പരിഗണിക്കുന്ന പോലെ പരിഗണിക്കേണ്ടവരല്ല മലയേറിയ സമുദായം. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം. പന്തളം കൊട്ടാരത്തിനും മലയേറിയ സമുദായത്തിനും ശബരിമലയുമായി ബന്ധപ്പെട്ട സാംസ്കാരികവും ചരിത്രപരമായ ബന്ധത്തെ അവഗണിക്കാൻ പാടില്ല. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് സുഹൃത്തെ. അതുകൊണ്ട് നമസ്കാരം. ഇതുമായിട്ട് CPM-ന്റെ കോൺഗ്രസിന്റെ പ്രതിനിധികളുണ്ട്. അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞു. ജയപ്രകാശാണ് പറഞ്ഞായിരുന്നു, ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹം ബന്ധപ്പെട്ട് അത് ഈ പറഞ്ഞ കൃഷ്ണപിള്ള അതുപോലെ ആളുകൾ സമരം ചെയ്തെന്ന്. 1931 കേരളത്തിൽ അത്തരത്തിലുള്ള സമരങ്ങളൊക്കെ തീർന്നു. 36-ലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സമരങ്ങളുമായിട്ടൊന്നും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഒന്നും ചോദ്യം അതല്ല. കേരള സ്റ്റേറ്റ് കോൺഗ്രസിന്റെ കോൺഗ്രസ്സുകാരായിരുന്നു. അന്ന് കോൺഗ്രസ് ആയിരുന്നല്ലോ. കോൺഗ്രസ് ആയിരുന്നു. ഓക്കെ, 36-ലെ ചോദ്യം അതല്ല. ചോദ്യം കോൺഗ്രസിന്റെയും CPM-ന്റെ പ്രതികളാണ്. അതായത് കുറച്ചു മുമ്പ് ജയപ്രകാശ് പറഞ്ഞു ഈ സുപ്രീം കോടതി വിധിയുണ്ടെന്ന്. 2017 ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. പൂജ പഠിച്ച തന്ത്രം പഠിച്ച ആർക്കും ശബരിമലയിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും പൂജ ചെയ്യാവുന്നത്. 2025 ദേവസ്വം ബോർഡ് ഇറങ്ങിയ നോട്ടിഫിക്കേഷനിലും മലയാളി ബ്രാഹ്മണനായിരിക്കണം പൂജാരി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും, രണ്ട് പാർട്ടിക്കും നിങ്ങൾക്ക് അധികാരത്തിൽ വരുമ്പോൾ, നിങ്ങൾ അധികാരത്തിൽ വരുന്ന വലിയ സാധ്യതയൊന്നുമില്ല, അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ശബരിമലയിൽ പൂജ പഠിച്ച ഏത് ഹിന്ദു മതവിശ്വാസിക്കും പൂജ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുമെന്നും അത് ഞങ്ങൾ നോട്ടിഫിക്കേഷൻ ഇറക്കുമെന്നും പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും പറയണം. ഒരു മിനിറ്റ്.